ഇവരെ കാണുമ്പോൾ ഏതാണ് ഓർമ്മ വരുന്നത്? ഇവിടുത്തെ കൊന്നി സുരേന്ദ്രൻ്റെ ഷേപ്പ് ഉണ്ടല്ലേ? നേരത്തെ കൊന്നി സുരേന്ദ്രൻ ഇവിടെ ഒന്ന് കണ്ടിട്ടുണ്ടോ? ഏഹ് കോന്നി കാട്ടാന പരിശീലന കേന്ദ്രം ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. ഇവിടുത്തെ ആനകളും മ്യൂസിയവും മറ്റ് കാഴ്ചകളുമൊക്കെ തന്നെയാണ് ഈ ആകർഷകത്തിന് പിന്നിൽ. കേരളത്തിലെ തന്നെ ഒരുപാട് ശ്രദ്ധേയരായ ഗജവീരന്മാർ ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് 3 പിടിയാനകളും ഒരു കൊമ്പനാനയും മാത്രമാണ്. ഒരു സ്ഥലത്ത് ഒരുപാട് ആനകൾ ഉണ്ടാകുന്നതല്ല. ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരാന ഉണ്ടായാൽ മതി, ആ പ്രദേശം ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറും. ഇവിടെയുള്ള ഇപ്പോഴത്തെ ഏറ്റവും ശ്രദ്ധേയനായ കൊമ്പനാണ് കോന്നി കൃഷ്ണ. 2014 തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നും ഈ കുട്ടിയാനയെയും അവൻ്റെ അമ്മയെയും ഇവിടെ കൊണ്ടുവന്നത്. 1 മാസത്തിനുള്ളിൽ അമ്മയാന ചെരിഞ്ഞു. 10 വയസ്സുള്ള കോന്നി കൃഷ്ണയ്ക്ക് ഇപ്പോൾ 24 വയസ്സായി. ലക്ഷണമൊത്ത ഒരു നാട്ടുകൊമ്പൻ. എപ്പോൾ ഇവിടെ ആളുകൾ വന്നാലും അവൻ ആടിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും. 1 മിനിറ്റ് പോലും വെറുതെ ഇരിക്കില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും ഈ ആട്ടം തുടരുക തന്നെ ചെയ്യും. ആരെയും കൂസാത്ത പ്രകൃതം. കോന്നി കൃഷ്ണ ഇപ്പോൾ പഴയ കുട്ടിയാനയല്ല, 24 വയസ്സുള്ള ചേലൊത്ത ഒരു കൊമ്പൻ തന്നെ. അവനെ സൂക്ഷിച്ചു നോക്കുന്ന മുഴുവൻ ആനപ്രേമികളും പറയും, ഇത് നമ്മുടെ കോന്നി സുരേന്ദ്രനല്ലേ. കോന്നിയിലെ ആനപ്രേമികളുടെ ഇഷ്ടപ്പെട്ട ആനയായിരുന്നു കോന്നി സുരേന്ദ്രൻ. കേരള വനംവകുപ്പ് താപ്പാനകൾ കുറഞ്ഞ സാഹചര്യത്തിൽ സുരേന്ദ്രനെ താപ്പാന ആക്കുന്നതിനു വേണ്ടി കോടനാട്ടേക്കും പിന്നീട് അട്ടപ്പാടിയിലേക്കും മാറ്റുകയായിരുന്നു. അന്ന് ഇതിനെതിരെ ആനപ്രേമികളുടെയും നാട്ടുകാരുടെയും ശക്തമായ പ്രതിഷേധമുയർന്നിരുന്നു. അതിനെ തുടർന്ന് കോടനാടുണ്ടായിരുന്ന കോടനാട് നീലകണ്ഠനെ കോന്നിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. എന്നാൽ അടുത്തിടെ കോടനാട് നീലകണ്ഠൻ എരണ്ടകെട്ട് മൂലം ചെരിയുന്ന സാഹചര്യമുണ്ടായി. കോന്നി സുരേന്ദ്രനെ നഷ്ടപ്പെട്ടതിന്റെ വേദന കോന്നിയിലെ ആനപ്രേമികൾക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഉയരം കൂടിക്കൂടി വരുന്ന കോന്നി കൃഷ്ണ സുരേന്ദ്രന്റെ അതേ ഷേപ്പിലേക്ക് തന്നെ എത്തുകയാണ്. ഇവിടെ എത്തുന്ന ആനപ്രേമികളും അതുറപ്പിക്കുന്നു. ഇത് തങ്ങളുടെ പ്രിയപ്പെട്ട കോന്നി സുരേന്ദ്രൻ തന്നെ, ഒരു സംശയവും വേണ്ട. ഇവരെ കാണുമ്പോൾ ഏതാണ് ഓർമ്മ വരുന്നത്? ഇവിടുത്തെ കൊന്നി സുരേന്ദ്രൻ്റെ ഷേപ്പ് ഉണ്ടല്ലേ? നേരത്തെ കൊന്നി സുരേന്ദ്രൻ ഇവിടെ ഒന്ന് കണ്ടിട്ടുണ്ടോ? ആ ഒരു ഷേപ്പും ആ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ടല്ലേ? ഭാവിയിലെ കോന്നി സുരേന്ദ്രനായിട്ട് പിന്നെ ഇവിടെ നിന്നപ്പോഴല്ല ഈ ആട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടോ ഈ ആട്ടം? നമ്മളിപ്പോ 2 തവണ വന്നിട്ടുണ്ട്. ചെറുതായിരുന്നു, നമ്മൾ വരുമ്പോ കുറച്ച് ചെറുതായിരുന്നു. ആ, എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അല്ലേ? ഒരു ഡാൻസിങ് എലിഫന്റ് എന്നൊക്കെ പറയുന്നത് സെയിം അല്ലേ? കോന്നി കൃഷ്ണ ഈ കൂടിന് പുറത്തിറങ്ങിയിട്ട് 6 മാസം കഴിയാറായി. കഴിഞ്ഞ 6 മാസമായി അവൻ മദപ്പാടിലാണ്. ആരോഗ്യമുള്ള ആനകൾക്ക് മദപ്പാടിന്റെ കാലാവധി നീരൊലിപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. പാപ്പാന്മാരെ ഒന്നും കാര്യമായി അടുപ്പിക്കില്ല. അവന് ആവശ്യമുള്ളതെല്ലാം വാങ്ങാൻ നേരത്ത് മാത്രമാണ് പാപ്പാനെ അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നാട്ടുകാരെയും ഒരു തെല്ലകലത്തിലാണ് വനംവകുപ്പ് നിർത്തിയിരിക്കുന്നത്. ഇവൻ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് കാഴ്ചക്കാർക്ക് നേരെ അപ്രതീക്ഷിതമായി എറിയും എന്നുള്ളതിനാൽ വളരെ അടുത്ത് നിന്ന് കോന്നി കൃഷ്ണയെ
കാണാൻ ശ്രമിക്കരുത് എന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ട്. മികച്ച പരിചരണമാണ് വനം വകുപ്പ് അധികൃതരും വെറ്റിനറി ഡോക്ടറും പാപ്പാനുമെല്ലാം കോന്നി കൃഷ്ണയ്ക്ക് നൽകുന്നത് എന്ന് ഇവനെ കാണുന്നവർക്കെല്ലാം വ്യക്തമാകും. നല്ല ആരോഗ്യത്തോടു കൂടി തന്നെയാണ് കോന്നി കൃഷ്ണ ഇപ്പോൾ ഇരിക്കുന്നത്. ഡാൻസിങ് എലിഫന്റ് എന്ന മറ്റൊരു പേരുകൂടി ഇവനുണ്ട്. എപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഡാൻസിങ് എലിഫന്റ് എന്ന പേര് ചെറുപ്പത്തിൽ തന്നെ ഇവന് വീണത്. തുമ്പിക്കൈക്കും വലിയ നീളമുണ്ടത്രേ. ഒരിക്കൽ VM പ്രദീപ് മീഡിയ ഇവന്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കെ ഇവന്റെ ഒരു ഏറ് നമ്മുടെ നേരെയും എത്തിയിരുന്നു. കയ്യിൽ കിട്ടുന്നത് വെച്ച് എറിയുന്നതിൽ യൂട്യൂബ് ചാനലുകാർക്ക് പ്രത്യേക ഇളവൊന്നും ഇവൻ അനുവദിച്ചിട്ടില്ല. ആ വീഡിയോ ഈ ചാനലിൽ ലഭ്യമാണ്. ഇവിടെ എത്തുന്ന ആനപ്രേമികളും ടൂറിസ്റ്റുകളും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും കോന്നി കൃഷ്ണയുടെ അടുത്ത് തന്നെയാണ്. ഇവന്റെ ചലനങ്ങളും പ്രവൃത്തിയും കണ്ടുകൊണ്ടിരുന്നാൽ സമയം പോകുന്നത് അറിയുകയില്ല. കോന്നി സുരേന്ദ്രനേക്കാൾ ഉയരത്തിൽ ഇവനെത്തുമെന്നും ഉയരക്കേമനാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും ആനപ്രേമികൾ വ്യക്തമാക്കുന്നു. നീരിൽ ഒരുപാട് നാള് ആനകൾ നിൽക്കുമ്പോൾ ശരീരത്തും കാലിലും ചൊറിച്ചിലുണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ തനിക്ക് ചൊറിച്ചിൽ വന്നാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നും കൃഷ്ണയ്ക്കറിയാം. ചൊറിയും, അല്ലാതെ എങ്ങനെ പരിഹരിക്കാനാണ്? വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.